ഹലോ ഗൈസ്, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റ് വർക്കാണ്. നമുക്കെല്ലാവർക്കും കിട്ടുന്ന, അതായത് വീട്ടിൽ നമുക്കെല്ലാവർക്കും കിട്ടുന്ന ഒരു പഴയ ബൾബും പിന്നെ അക്രിലിക് പെയിൻറ്റും ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ചെറിയ കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഫെവിക്രിലിൻ്റെ അക്രിലിക് കളേഴ്സാണ്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ എടുക്കുന്നത് റെഡാണ്. അതിൽ നല്ല ഡാർക്ക് ടോണിൽ വരുന്ന റെഡാണ്. എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കളർ മിക്സ് ചെയ്യുന്ന പാലറ്റ് ഇല്ല, അപ്പോൾ ഞാൻ തൽക്കാലം ഇതുപോലത്തെ കവർ വെച്ചിട്ടാണ് ഈ അക്രിലിക് കളേഴ്സൊക്കെ ചെയ്തെടുക്കാറ്. അപ്പോൾ അതുപയോഗിച്ചിട്ട് അതിൽ മുന്നേ ഈ ബൾബ് പൊട്ടിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് നല്ലോണം തിക്കിയിട്ട് അത് ഇങ്ങനെ എളുപ്പത്തിൽ പൊട്ടിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ആ ബൾബിൻ്റെ വെളിച്ചം വരുന്ന ആ ഒരു ഉരുണ്ട ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ ചുവപ്പ് കളറടിച്ചിട്ട് അത് മൊത്തത്തിൽ ഫിനിഷ് ചെയ്യണം. നല്ല നീറ്റിൽ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, ആർക്കും ചെയ്തെടുക്കാൻ പറ്റും. ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാനതിങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് അടുത്ത പരിപാടി അത് ഒന്ന് ഫിനിഷായി ഇങ്ങനെ ചെയ്യാം. അതിന് ശേഷം ഞാൻ അടുത്ത കളർ ഉപയോഗിക്കുന്നത് വൈറ്റാണ്. വൈറ്റ് കളറാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇതെന്താ ഞാൻ ചെയ്യുന്നതെന്നുള്ളതൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ ബൾബിൻ്റെ ബാക്കി പോർഷൻസിൽ മഞ്ഞ കളറ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ. വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ട് ഫ്രണ്ട് ക്യാമറ ഓണാക്കിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തെടുത്തത്. അപ്പോൾ ഇത് നല്ല മഞ്ഞ കളറ് ഫിനിഷ് ചെയ്തെടുക്കുക, നല്ല നീറ്റിൽ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫ്ലാറ്റ് ബ്രഷ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് കഴിയും, മടുപ്പുണ്ടാവില്ല, പെട്ടെന്ന് തന്നെ നമുക്കത് ഫിനിഷ് ചെയ്ത് കിട്ടും. കണ്ടോ, ഞാൻ നല്ല വൃത്തിയിൽ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതാ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുള്ള ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു കളർ എടുക്കുന്നത് പച്ചയാണ്. പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ പുല്ലുണ്ടാവുമല്ലോ, അതാണ് ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത്തരത്തിൽ നേരിയ പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഗ്രാസസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നീറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ചുറ്റും ഞാൻ ഗ്രാസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, നമുക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാ സംഭവം എന്ന് കാണാൻ പറ്റും. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. ബൾബും ഇതുപോലെ പെയിൻറ്റും ഇല്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെ ഷോക്കേസിൽ വെക്കാൻ ഉപകാരപ്പെടും. പിന്നെ അതേപോലെ ഇത്തരം വർക്കുകൾ ക്യാഷ് കൊടുത്ത് വാങ്ങുന്നവരുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ അത് സെയിൽ ചെയ്യുകയും ചെയ്യാം നമ്മുടെ വർക്കുകൾ. പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നോക്കുമ്പം ശരിയായിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സാധാരണ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ തെറ്റം നല്ല കൂർത്തിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രാസ് പെട്ടെന്ന് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ നല്ല സ്പീഡിൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കത് കാണാൻ പറ്റും. കണ്ടോ, ഇത്തരത്തിൽ അതിൻ്റെ ചുറ്റും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ് ഈ ഗ്രാസ്. അതായത് മഞ്ഞയിൽ പച്ച കളർ വരുമ്പോൾ നല്ല ഭംഗിയല്ലേ, അപ്പോൾ അങ്ങനെ ചെയ്തതാണ്.
അതിന് ശേഷം ഇതാ ബ്ലൂ ഉപയോഗിച്ചിട്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി മൊഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. എനിക്കെന്തോ ബ്ലൂ മഞ്ഞ എന്നൊക്കെ പറയുന്ന കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മഞ്ഞ വെച്ചിട്ട് നല്ല ഫ്ലവേഴ്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ കളർ ഒട്ടും വേസ്റ്റ് ചെയ്യാണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ കണ്ടോ നിങ്ങൾ, ഈ മൂടിക്കകത്ത് ഒരുപാട് കളറുണ്ട്. അപ്പോൾ ആ കളർ തന്നെ എടുത്തിട്ടാണ് ഈ ഫ്ലവേഴ്സ് എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അടുത്ത് നമ്മൾ ഫസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ട് റെഡ് കളർ കൊടുത്ത ആ ഒരു സംഭവമില്ല, ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം എന്നാൽ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഞാനിനി വെള്ള കളർ വെച്ചിട്ട് ബ്രഷ് കൊണ്ട് നമ്മൾ വട്ടത്തിലാക്കുമ്പോൾ നമുക്ക് അത്ര ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് വട്ടത്തിൽ, നമ്മുടെ കൈവിരലിൽ തുമ്പത്ത് കളറാക്കി കൊടുത്ത വട്ടത്തിൽ വേഗം കിട്ടും കേട്ടോ. അതൊരു നല്ല എളുപ്പ പണിയേനു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. അതുമാത്രമല്ല നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കണം. വളരെ പെട്ടെന്ന്, വീഡിയോ കണ്ടിട്ട് ഇത് കുറേ ലോങ് ആണെന്ന് വിചാരിക്കരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റ, ബൈ ബൈ.